സുഭാഷിതം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ആൻഡ് ഓഫ് ദ ഏഞ്ചൽസ് ഹി സേസ്, ഹു മേക്സ് ഹിസ് ഏഞ്ചൽസ് സ്പിരിറ്റ്സ് ആൻഡ് ഹിസ് മിനിസ്റ്റേഴ്സ് എ ഫ്ലെയിം ഓഫ് ഫയർ. എബ്രായ ലേഖനം യഹൂദ വിശ്വാസികൾക്ക് ദൈവകൃപയുടെ സുവിശേഷം വിശദീകരിക്കുന്നതിന് വേണ്ടി എഴുതിയതാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനവും എഴുതിയത് എന്നാകുന്നു ഭൂരിഭാഗം വേദപണ്ഡിതാക്കന്മാരുടെയും അഭിപ്രായം. 1-ാം നൂറ്റാണ്ടിലെ യഹൂദന്മാർ പ്രവാചകന്മാരെയും ദൂതന്മാരെയും ബഹുമാനിച്ചിരുന്നതായും ചിലർ ആരാധിക്കുന്ന അവസ്ഥ വരെ എത്തിയതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊലോസ്യർ 2:18 കാണുന്നത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് എന്നെഴുതിയിരിക്കുന്നു. എബ്രായർ 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വ ശ്രേഷ്ഠത പ്രവാചകന്മാരെക്കാളും 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൂതന്മാരെക്കാളും ഉന്നതമാണെന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി വിവരങ്ങളും വെളിപ്പെടുത്തലുകളും നൽകുന്ന ആത്മീയ സന്ദേശവാഹകരാണ് ദൂതന്മാർ. എന്നാൽ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നവനാണ് യേശു ക്രിസ്തു എന്ന് 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 6-ാം വാക്യത്തിൽ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. നാം വായിച്ച വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ കാറ്റുപോലെ വേഗതയുള്ളവരും തീ പോലെ ശക്തരുമാണ്. എന്നാൽ നാം അവരെ ആരാധിക്കേണ്ടവരല്ല. അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദൂതന്മാരെ ഒരിക്കലും നാം ആരാധിക്കാൻ പാടില്ല. ആരാധ്യ പുരുഷൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ. യേശു കർത്താവിന്റെ ശ്രേഷ്ഠ പദവിയിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുന്ന തന്റെ മക്കൾ ദൂതന്മാരെക്കാൾ വലിയവരായി തീരുന്നു. നാം ഭൂമിയിലായിരിക്കുമ്പോൾ ദൂതന്മാർ മനുഷ്യരെക്കാൾ വലിയവരാണ്. ദൈവം അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വലിയ അധികാരവും ശക്തിയും നൽകിയിട്ടുണ്ട്. സദൂക്യർ ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിച്ചു. 7 സഹോദരന്മാർ വിവാഹം കഴിച്ച ഒരു സ്ത്രീ മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയാകുമെന്ന്. പുനരുത്ഥാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു. ലൂക്കോസ് 20:36 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുനരുത്ഥാനത്താൽ സ്വർഗരാജ്യത്തിൽ എത്തുന്ന ദൈവമക്കൾ ദൈവദൂതന്മാർക്ക് തുല്യരത്രേ. ദൂതന്മാരെ കുറിച്ച് എബ്രായർ 1:14 എഴുതിയിരിക്കുന്നത് അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. 2:5 കാണുന്നു, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. 1 കൊരിന്ത്യർ 6:3 പൗലോസ് എഴുതിയിരിക്കുന്നു, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. പ്രിയമുള്ളവരെ, ഈ ഭാഗ്യപദവി കൈവരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സമർപ്പിക്കുന്നേ നിൻ വചനത്താൽ എന്നെ കഴുകണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധ